കൊഴിയും പോലെ തന്നെ നമുക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ പുരികങ്ങൾ കൊഴിയുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ പുരികങ്ങൾ നല്ല കട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുരികം കൊഴിയുന്നത് തടയാൻ വേണ്ടിയിട്ടും നമുക്ക് വീട്ടിൽ കുറച്ച് ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ മെഡിസിൻ എടുക്കുന്നതിൻ്റെ അലർജി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കൊണ്ടല്ല ഇങ്ങനെ പുരികം കൊഴിയുന്നതെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളവർ ഒരു ഡോക്ടറെ സമീപിച്ച് വേണ്ട പ്രതിവിധികൾ തേടുന്നതാണ് നല്ലത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ആ ചെറിയ ചെറിയ ഹോം റെമഡീസ് എന്ന് നോക്കാം. ആദ്യത്തെ നമ്മുടെ റെമഡി എന്ന് പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ്. ഈ ആവണക്കെണ്ണ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പുരികങ്ങളെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് കട്ടിയോടുകൂടി വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മസ്കാര ബ്രഷ് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ സ്വാബ് എടുക്കുക, അഥവാ നമ്മൾ ബഡ്സ് എന്ന് പറയുമല്ലോ, ഇയർ ബഡ്സ് എന്ന് പറയില്ല, ബഡ്സ് എടുക്കുക. എന്നിട്ട് അതിലൊരു അല്പം ഈ ഒരു ആവണക്കെണ്ണയിൽ നിന്ന് അല്പം ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഐബ്രോസിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ ഒന്നിങ്ങനെ ചീകി കൊടുക്കുക. നേരെ മറിച്ച് സ്വാബ് വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഓവർ നൈറ്റ് കിടക്കുമ്പോൾ നമ്മൾ കഴുകി മാറ്റരുത്, പിറ്റേ ദിവസം രാവിലെ കഴുകി മാറ്റുക. നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആവണക്കെണ്ണ വളരെ കട്ടിയുള്ള ഒരു ഓയിലാണ്. ചില ആളുകൾക്ക് അത് പറ്റില്ല, ചില ആളുകൾക്ക് മുഖത്ത് പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ആവണക്കെണ്ണ ട്രൈ ചെയ്ത് നോക്കുന്നത് ഒഴിവാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുടെയും കൂടെ മിക്സ് ആക്കി അതിൻ്റെ ആ ഒരു നന്നായി ഡൈല്യൂട്ട് ചെയ്ത് മാത്രം യൂസ് ചെയ്യുക. ഓനിയൻ ജ്യൂസ് അഥവാ നമ്മുടെ സവോളയുടെ നീര്, ഇതിനകത്ത് ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതിന് ഉള്ള ഒന്നാണ് നമ്മുടെ സവോളയുടെ നീര്. അപ്പൊ സവോളയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് വളരെ കുറച്ച് ഈ പറഞ്ഞ പോലെ കോട്ടൺ സ്വാബിൽ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ പുരികത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അങ്ങനെ ഇരിക്കാനായിട്ട് വിടുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകി മാറ്റാം. പിന്നെ നമ്മൾ ഈ പുരികത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിൽ പോകാൻ ഇടവരരുത്. അതുപോലെ തന്നെ കണ്ണിൽ നീറുന്ന രീതിയിൽ അത്രയും അളവിലെടുത്ത് ഇത് അപ്ലൈ ചെയ്യുകയും വരുത്. അപ്പോൾ നമുക്ക് ഈ എണ്ണയൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു അനിയൻ ജ്യൂസ് എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഇല്ല എന്നുള്ളത് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല്. കറ്റാർവാഴ ജെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെടിയിൽ നിന്ന് പറിച്ച കറ്റാർവാഴ അത് നന്നായിട്ട് കറയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഒരു ജെല്ല് നമ്മുടെ പുരികത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പുരികം നല്ല കട്ടിയോടുകൂടി വളരാനായിട്ട് ഇത് സഹായിക്കും. ഒലീവ് ഓയിലും നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് അല്ലേ. നമ്മൾ കുറച്ചുകൂടെ തിക്കായിട്ട് നമ്മുടെ ഐബ്രോസ് ഉണ്ടാകാനും അതുപോലെ ഐബ്രോസ് നല്ല എന്താ പറയുക കട്ടി കൂടിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഒലീവ് ഓയിലും വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകി മാറ്റാം. നമ്മുടെ ഉലുവ അഥവാ ഫെനുഗ്രീക്ക് സീഡ്സ്, ഈ ഒരു ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ പുരികത്തിലിട്ട് നോക്കുക. പുരികത്തിൽ മാത്രമല്ല, അത് മുടിയിലിട്ടാലും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. കാരണം ഇതിൽ പ്രോട്ടീൻസും വൈറ്റമിൻസും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഉലുവയും ഇനി മുതൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഈ തേങ്ങാപ്പാല് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തേങ്ങാപ്പാല് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടി തലയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പുരികത്തും ഉപയോഗിക്കാം. പുരികത്തിന്റെ ഹെയർ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും തിക്കായിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാം. സാധാരണ പാലും നമുക്ക് ഉപയോഗിക്കാം, ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുൻപായിട്ട്, നമ്മൾ ഫേസിലാണല്ലോ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തോളാം. നിങ്ങളുടെ സ്കിന്നിന് ഏതെങ്കിലും തരത്തിൽ അലർജി ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണ്, അതായത് മെഡിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ ഒക്കെയാണ് ഇങ്ങനെ പുരികം കൊഴിയുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അവരുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം ഇത്തരം ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.